വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ബോംബിംഗ് തുടരുന്നു. പുതിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 70 പലസ്തീനികളെങ്കിലും കൊല്ലപ്പെട്ടതായി മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു. ഗസ സിറ്റിയിൽ ഇപ്പോഴും വെടിനിർത്തലിന്റേതായ ഒരു സൂചനകളുമില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. കാമുകനെ കാണാനിറങ്ങിയ മകളെ കഴുത്തു ഞെരിച്ചു കൊന്ന് അമ്മ. കർണാടകയിലെ കർക്കള താലൂക്കിലെ ഹിർഗാണ ഗ്രാമത്തിലാണ് സംഭവം. 45-കാരിയായ ഗുൽസാർ ബാനുവാണ് 19-കാരിയായ മകൾ ഷിഫ്നാസിനെ കൊലപ്പെടുത്തിയത്. ബന്ദിമോചനം സാധ്യമാക്കാൻ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ഇസ്രായേൽ സർക്കാർ ഉടൻ ഒപ്പുവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ടെൽ-അവീവിൽ കൂറ്റൻ പ്രതിഷേധ റാലി. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടിൽ പ്രതിഷേധക്കാർ ആശങ്ക പ്രകടിപ്പിച്ചു. മുൻപ് ചെയ്തതുപോലെ നെതന്യാഹു ഈ കരാറും അട്ടിമറിക്കുമോ എന്ന ഭയം അവർ പങ്കുവച്ചു. ട്രെഡ്മില്ലിൽ വ്യായാമം ചെയ്യുന്നതിനിടെ വീണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പരിക്ക്. ട്രെഡ്മിൽ ഉപയോഗിക്കുന്നതിനിടെ ഫോൺ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ നിലതെറ്റി വീഴുകയായിരുന്നു. മുഖത്താണ് പരിക്ക്.